ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നിലവിൽ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും വരുന്നത് സച്ചിയുടെ ഫോണിൽ നിന്നുള്ള വീഡിയോ നമ്മുടെ ശ്രുതി അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും, അതേ രീതിയിൽ തന്നെ ശരത്തിന് എക്സാം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രേവതി സച്ചിയും കൂടെ ഒരു നാടകം കളിക്കുന്നതാണല്ലേ. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, അതായത് ശ്രുതി പലപ്പോഴായും സച്ചിയുടെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുന്നുണ്ടല്ലേ. എന്നാൽ ശരത്തിൻ്റെ കാര്യത്തിൽ ശരത്തിന് എക്സാം എഴുതിപ്പിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെ നമ്മുടെ സച്ചി രേവതിയും കൂടി ഒരു നാടകം കളിക്കുന്നുണ്ടെങ്കിലും നാടകം പര്യവസാനിക്കുന്നത് നമ്മുടെ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടാണ്. എന്നിരുന്നാൽ അവരെന്താണോ ലക്ഷ്യം കണ്ടത് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ശരത്തിന് എക്സാം എഴുതിപ്പിക്കാമെന്ന് പ്രിൻസിപ്പൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ പോകുന്ന ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നൊരു ഭാഗമാണ് രേവതി ഒരു നിമിഷമെങ്കിലും ഒന്ന് പ്രതികരിച്ച് കാണുക എന്നത്. ആരെന്ത് പറഞ്ഞാലും രേവതി ആരോടും പ്രതികാരം വീട്ടാനോ വഴക്കിനോ അല്ലെങ്കിൽ തല്ലും ബഹളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല അല്ലേ. എന്നാൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു രീതിയിൽ ഒരു ഭാഗം നമുക്ക് വരാനുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രേവതിയുടെ വീട്ടുകാരിൽ നിന്നായിട്ട് ഒരാൾ വീട്ടിലേക്ക് അവരുടെ മകളുടെ കല്യാണം വിളിക്കാനായിട്ട് വരുന്ന സമയത്ത് രേവതി മാത്രം ഉണ്ടാവുള്ളൂ വീട്ടിൽ. ആ ഒരു സമയത്ത് രേവതി അവർക്ക് വേണ്ടി കുടിക്കാൻ വെള്ളം കൊടുക്കുകയും മാത്രമല്ല, എൻ്റെ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നല്ലേ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്ക് പൊതുവെ അറിയാമല്ലോ, രേവതിയുടെ വീട്ടുകാരെ കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല. കൂട്ടത്തിൽ തന്നെ രേവതിയുടെ ബന്ധുക്കളും കൂടി വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം എടുക്കാനാവുന്നില്ല കേട്ടോ. ചന്ദ്ര വന്ന ഉടനെ തന്നെ തോന്നിയ പോലെ എല്ലാം തന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവളാണ് നിൻ്റെ വീട്ടുകാർ, അതേ രീതിയിലാണ്, വെറുതെ അല്ല ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വേഗം തീർന്നു പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ തന്നെ പറയുകയും ഇവരുടെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് തന്നെ രേവതിനോട് വഴക്കിട്ടല്ല, പക്ഷേ രേവതിയുടെ ആ വീട്ടിലെ ചുറ്റുപാട് എന്താണെന്ന് മാത്രമല്ല രേവതിനോടൊരു സഹതാപത്തോടുകൂടി സംസാരിച്ചിട്ടുമാണ് അവിടെ നിന്ന് പോകുന്നത്. ചെറുതായിട്ടാണ് ചന്ദ്രയ്ക്കും ചെറുതായിട്ടൊരു കൊട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ ഒരു കാര്യം രേവതി തൻ്റെ പൂ കിട്ടുന്ന ചേച്ചിമാരോടായിട്ട് പറയുന്ന സമയത്ത് ഇവർ പറയുന്നത്, നീ ഒന്നും മിണ്ടാതിരുന്നിട്ടാണ് അവരിൻ്റെ തലയിൽ കയറി നിരങ്ങുന്നത്, നീ ചെറിയ രീതിയിലാണ് പ്രതികരിച്ച് നോക്ക് രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നത്, അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തുല്യമാണ്, അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും തിരിച്ച് പ്രതികരിക്കുന്നത് അത് നല്ല ശീലമല്ല എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്ക് നീ എന്താണെന്ന് വെച്ചാൽ കൊണ്ടോളൂ. പക്ഷെ ഒരു കാര്യം പറയാം രേവതി, ഇനിയും നീ തിരിച്ച് പ്രതികരിച്ചില്ല എന്നാണെങ്കിൽ നിൻ്റെ അമ്മായിയമ്മ ഇതിലും മോശപ്പെട്ട സ്വഭാവമായി മാറുമെന്നൊക്കെ ഇവർ പറയുമ്പോഴത്തേക്കും രേവതി ഇത് ചിന്തിച്ചോട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ജലദോഷം കാരണം ആകെ പാടുപെട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ ശ്രുതി സോഫയിലിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ ചന്ദ്ര രേവതിയോട്ട് പറയുന്നുണ്ട്, നീ എത്രയും വേഗം മാർക്കറ്റിൽ പോയി ഞണ്ട് മേടിച്ചുകൊണ്ട് വേണം ഞണ്ട് സൂപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജലദോഷത്തിന് തുമ്മലിന് നല്ലതാണെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാലോ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തു കൊടുക്കുകയില്ല, അങ്ങനെയാണെങ്കിൽ ശ്രുതിയോട് പോയി ചെയ്യാൻ പറയാം എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ചന്ദ്ര നല്ല രീതിയിൽ തന്നെ രേവതിനെ വഴക്ക് പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ രേവതിയും ഒട്ടും വിട്ടുകൊടുക്കുന്ന രേവതിയും തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അവസാനം രേവതി പറയുകയാണ്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നാണെങ്കിൽ ശ്രുതി പോയി ചെയ്യട്ടെ, ശ്രുതി അടുക്കളയിൽ കയറട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി എഴുന്നേറ്റ് നിന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ പോലെയാണോ എൻ്റെ ഭാര്യ ശ്രുതി, അവൾ വലിയ വീട്ടിൽ നിന്ന് വന്നവളാണ്, എനിക്ക് വേണ്ടി വെച്ചുണ്ടാക്കാൻ നിനക്ക് മടിയാണ്, നീ എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിക്കൊന്ന്, അതിനുള്ള ക്യാഷ് നിനക്ക് തന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പറയുന്ന അതേ രീതിയിൽ തന്നെ ശ്രുതി സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്ക് ക്ഷമ കെട്ട് മുറിയിലേക്ക് ചെന്നതിന് ശേഷം തൻ്റെ പൂ കിട്ടുന്ന ചേച്ചിമാർ ഉപദേശിച്ച രീതിയിൽ തന്നെ ഒരു ബെൽറ്റ് എടുത്തുകൊണ്ട് വരാട്ടോ. ബെൽറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ശ്രുതിനെ തല്ലുന്ന കാണുമ്പോൾ തന്നെ ചന്ദ്ര പേടിച്ചിരേണ്ട ഒരു മൂലയിലേക്ക് മാറുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി രേവതിനെ തടയാൻ ശ്രമിക്കുന്ന നേരത്തെ ശ്രുതിക്കും കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ തല്ലുകൊണ്ടും അടുത്ത് ഇരുവരും രേവതിക്ക് മുന്നിൽ തൊഴുതു നിൽക്കാട്ടിന് തല്ലരുത് എന്ന രീതിക്ക് ചന്ദ്രയാണെങ്കിലോ നമ്മുടെ രേവതിയുടെ ഫൈറ്റ് കണ്ടുകൊണ്ട് നിന്നോടത്ത് നിന്ന് തല്ല കറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ രേവതിയുടെ സ്വപ്നമാണ്, അത് മറ്റൊന്നുമല്ല. അതായത് ശ്രുതി നമ്മുടെ രേവതിനെ വഴക്ക് പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം രേവതി ഇങ്ങനെ മനസ്സിൽ കാണുന്ന ആ ഒരു ഭാഗമാണത്. അപ്പോൾ പിന്നീട് രേവതി ഇതേക്കുറിച്ച് ഓർത്ത് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതായത് ചന്ദ്ര നിന്നതും ശ്രുതി തൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് 3 പേരെ നോക്കി ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്വപ്നമാണെങ്കിലും നമ്മൾ കാത്തിരുന്നൊരു നല്ല അടിപൊളി ഭാഗം തന്നെയാണ് അത്. ശരിക്കും പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമായെങ്കിൽ എന്ന് വരെ നമ്മൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ വളരെ മോശമായിട്ടാണ് ശ്രുതിയും ചന്ദ്രയും ആ ഒരു നിമിഷം രേവതിയോട് പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.